ഹായ് ഓൾ, ട്രേഡ് ടോക്സിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ക്രിപ്റ്റോ ഓപ്ഷൻ സെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോ സീരീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പുതിയൊരു സ്ട്രാറ്റജി കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഈ ഒരാഴ്ച ഞാനെടുത്ത ഒരു ട്രേഡ്, അതുപോലെ തന്നെ ക്രിപ്റ്റോ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർ ഇപ്പോൾ നേരിടുന്ന ഫണ്ട് നമുക്ക് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലോട്ട് ആഡ് ചെയ്യാനായിട്ട് നേരിടുന്ന ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. ഹായ് ഓൾ, എല്ലാ ആളുകളും തന്നെ ക്രിപ്റ്റോയിൽ മാത്രമല്ല ഓൾ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റും ക്രിപ്റ്റോ വേൾഡും എല്ലാം വളരെ പാനിക് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. എന്തുകൊണ്ടാണ്? US ഇൻഫ്ലേഷൻ ഡേറ്റയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റിൽ വരികയും മാർക്കറ്റിൽ വളരെ വലിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിൽക്കുകയും ചെയ്യുന്നൊരു സമയത്ത് നമുക്ക് ഒരു ബീറിഷ് വ്യൂ ആണോ അതൊരു ബുള്ളിഷ് വ്യൂ ആണോ ഉള്ളത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ ഈ ഒരാഴ്ച ഇന്നെടുത്ത ഒരു പുതിയൊരു ട്രേഡ് ആദ്യമേ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്തത് ഒരു റേഷ്യോ സ്പ്രെഡാണ്. എന്താണ് റേഷ്യോ സ്പ്രെഡ് എന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാം. സോ നമുക്ക് ഒരു വ്യൂ അനുസരിച്ച് ഞാനൊരു ചെറിയ ബിയറിഷ് വ്യൂ ആയതുകൊണ്ട് തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ഞാൻ എപ്പോഴും എന്ത് ചെയ്യും, ബൈ ചെയ്യും. അറിയാം, നമുക്ക് മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഒരു പുട്ട് ഓപ്ഷനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ബൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമ്മുടെ വ്യൂ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക്, അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയോ അവിടെ കൺസോളിഡേറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ നമ്മൾക്ക് ആ ഒരു പ്രീമിയം നമുക്ക് നഷ്ടപ്പെടും. ഒരു വലിയ ലോസ് ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര രൂപയ്ക്കാണോ നമ്മളൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തത്, ഔട്ട് ഓഫ് ദ മണിയിൽ പോയിട്ട് അത്രയും പ്രീമിയം നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മളൊരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 പുട്ട് ഓപ്ഷൻ ഔട്ട് ഓഫ് ദ മണിയിൽ 2 പുട്ട് ഓപ്ഷൻ 2-3 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ റേഷ്യോ സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ചെറുതായിട്ട് ഡൗൺ സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് മികച്ച പ്രോഫിറ്റ് കിട്ടുകയും അവിടെ തന്നെ നിന്നാൽ നമുക്ക് അവിടെ തന്നെ നിൽക്കുകയോ മുകളിലോട്ട് പോവുകയോ ചെയ്താൽ നമുക്ക് ലോസ് ഇല്ലാതിരിക്കുന്ന ഒരു മെത്തേഡിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് റേഷ്യോ സ്പ്രെഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. സോ ഇതാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു ട്രേഡ്. ഇന്ന് ഞാൻ എൻട്രി ചെയ്തൊരു ട്രേഡാണ്. 28,000 പുട്ട് ഓപ്ഷൻ ഞാൻ 300 ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 27,000 പുട്ട് ഓപ്ഷൻ ഞാൻ 700 ക്വാണ്ടിറ്റി സെല്ല് ചെയ്തിട്ടുണ്ട്. അതായത് മോർ ദാൻ 2%, 2%-നേക്കാൾ തൊട്ട് മുകളിൽ ഞാൻ എന്ത് ചെയ്തു? ഞാൻ സെല്ല് ചെയ്തുകൊണ്ട് ഒരു പ്രീമിയം കളക്ട് ചെയ്തു. ഈ ബൈ ചെയ്ത് നഷ്ടപ്പെട്ട പ്രീമിയത്തേക്കാൾ കുറച്ച് കൂടുതൽ പ്രീമിയം ഞാൻ സെല്ല് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചു എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. സോ അത് മന്ത്ലി ട്രേഡാണ്. സോ ജൂലൈ 22-ാം തീയതി എക്സ്പയർ ആകുന്ന ഒരു ട്രേഡാണ് ഞാൻ ഇവിടെ പരീക്ഷിച്ചിരിക്കുന്നത്. സോ ഇത് 300 ക്വാണ്ടിറ്റി ബൈ 700 ക്വാണ്ടിറ്റി സെല്ല്. അപ്പോൾ നിങ്ങൾക്കിത് റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 30 ക്വാണ്ടിറ്റി ബൈ ചെയ്തുകൊണ്ട് 70 ക്വാണ്ടിറ്റി സെല്ല് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇതിന് എത്ര രൂപ ക്യാപിറ്റൽ വന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് ഇത്രയും റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൂടുതൽ സേഫായിട്ട് കുറച്ചുകൂടി ഔട്ട് ഓഫ് ദ മണിയിൽ പോയിട്ട് ഒരു 23,000 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ട് നമുക്കൊരു 300 ക്വാണ്ടിറ്റി 23,000 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. 22,000 പുട്ട് ഓപ്ഷൻ 750 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യുക. ഒരു 1:2.5 റേഷ്യോയിൽ നിങ്ങൾക്ക് ഈ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത് ചെറിയ റിസ്ക്കേ ഇതിൻ്റെ അകത്തുള്ളൂ. കാരണം എന്താണ്? മാർക്കറ്റ് ഡൗൺ ആയാൽ നമുക്ക് ഒരു വലിയ റിസ്ക് ഉണ്ടാവും. അല്ല, മാർക്കറ്റ് ഇവിടെ തന്നെ നിന്ന് മുകളിലോട്ട് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ മികച്ച ഒരു പ്രോഫിറ്റ് ഒരു 1 മന്ത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടും. മോർ ദാൻ 5-10% റിട്ടേൺ ഈ ഒരു ട്രേഡ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇതിന് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റേഷ്യോസ് ചെയ്തുകൊണ്ട് ഒരു റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു ട്രേഡ് ഇട്ടുകൊണ്ട് ഫുൾ ടൈം വെറുതെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. മാർക്കറ്റിനെ കണ്ടിന്യൂസ്ലി നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് ആവശ്യമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് ഇറങ്ങാൻ സാധിക്കുന്നുള്ളൂ. സോ ക്രിപ്റ്റോ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് ലേണിംഗ് കോഴ്സ് നമ്മൾ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ക്രിപ്റ്റോ ഓപ്ഷൻ സെല്ലിംഗ് ഡീറ്റെയിൽ ആയിട്ടും സീരിയസ് ആയിട്ടും പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കോഴ്സിലോട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ നേരെ ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ച് കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. ഇതാണ് ഞാൻ ചെയ്ത ട്രേഡ്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 300 ക്വാണ്ടിറ്റി 28,000 ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 700 ക്വാണ്ടിറ്റി നിങ്ങൾക്ക് സെല്ല് ചെയ്തതായിട്ടും കാണാൻ പറ്റും. എനിക്ക് ബൈയിൽ നിന്ന് നഷ്ടം വരാൻ സാധ്യതയുള്ളത് $260. സെല്ലിൽ നിന്ന് എനിക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് $374. നിയർലി $100 പ്രോഫിറ്റ് ഒരു മാസം കൊണ്ട് എനിക്ക് കിട്ടും. ഇതിന് ഞാൻ എത്ര രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. സെല്ല് ചെയ്യാനായിട്ട് എനിക്ക് 1200 ക്വാണ്ടിറ്റിയും ബൈ ചെയ്യാനായിട്ട് എനിക്ക് ഏകദേശം 200 ക്വാണ്ടിറ്റിയാണ്. നിയർലി $1,500 ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഒരു മാസം കൊണ്ട് $100 പ്രോഫിറ്റ്, അതായത് മോർ ദാൻ 7% പ്രോഫിറ്റ് എനിക്ക് ഒരു മാസം തന്നെ ജനറേറ്റ് ചെയ്യാൻ ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് സാധിക്കും. ഞാൻ എൻ്റെ ക്യാപിറ്റലിൻ്റെ ഒരു 50% മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സ്ട്രാറ്റജിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി 50% ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്താൽ മാത്രമേ ഏതൊരു ട്രേഡറിനും പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇതിൻ്റെ ട്രേഡ് ലോജിക്ക് കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നിങ്ങൾ ചാർട്ട് നോക്കൂ. കഴിഞ്ഞ ഒത്തിരി നാളുകളായിട്ട്, അതായത് ഒരു മാസത്തോളമായിട്ട് ക്രിപ്റ്റോ ഈ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യും. ഇതൊരു പ്രോപ്പർ സപ്പോർട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വ്യൂ കൂടി ഈ ഒരു ട്രേഡിൻ്റെ പിന്നിലുണ്ട്. മാർക്കറ്റ് താഴത്തോട്ട് വന്നാലും മാക്സിമം 27,000 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ വരെയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ല, എൻ്റെ വ്യൂ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഇതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ട്രേഡുകൾ ചെയ്തുകൊണ്ട് ഈ ഒരു ട്രേഡിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റബിളായിട്ട് ഇറങ്ങാനും സാധിക്കും. ഇതാണ് ഈ ഒരു ട്രേഡിൻ്റെ പ്രോപ്പറായിട്ടുള്ള ലോജിക്ക്. സോ നിങ്ങൾ ഈ ഒരു ട്രേഡ് അങ്ങനെ തന്നെ കോപ്പി അടിക്കരുത്. ഈ ട്രേഡ് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു പ്രോപ്പർ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് കൂടെ തന്നെ എങ്ങനെ ഫണ്ട് നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ എത്തിക്കാം, വസീറെക്സിൽ എങ്ങനെ P2P രീതിയിൽ ഫണ്ട് ആഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഡെൽറ്റ എക്സ്ചേഞ്ചിലേക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ കറന്റ് നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിലേക്ക് ഡയറക്റ്റ് നമുക്ക് ബാങ്ക് ത്രൂ ഡെപ്പോസിറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡറി പ്ലാറ്റ്ഫോം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വസീറെക്സ് ത്രൂ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് വസീറെക്സ് ഓപ്പൺ ചെയ്യാം. നമ്മൾ വസീറെക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് വസീറെക്സ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ സൈനപ്പ് ചെയ്യണം. അതിനുശേഷം KYC എന്തായാലും ഡെൽറ്റ എക്സ്ചേഞ്ചിൽ കംപ്ലീറ്റ് ചെയ്തോടെ തന്നെ ഇവിടെയും കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ടും അതേപോലെ ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവലൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം KYC കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഫണ്ട്സിൽ നമുക്കിവിടെ റുപ്പീസ് ഇവിടെ ആഡ് ചെയ്യാനും ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ഡെൽറ്റ എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന പൈസ എന്ന് പറയുന്നത് USDT ആണ്. USDT നമുക്ക് ഇവിടെ കറന്റ് ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ബാങ്കിൽ നിന്ന്, അതായത് നമ്മൾ നോർമലി കണ്ടിട്ടുള്ള നമ്മൾ ഇന്ത്യൻ ബാങ്ക്സ്, ഇപ്പോൾ SBI, ഫെഡറൽ, ഇങ്ങനെ എല്ലാ ബാങ്കുകളും ഉണ്ട്. പക്ഷേ ഈ ഒരു ബാങ്കിൽ നിന്നൊന്നും നമുക്ക് ഡയറക്റ്റ് നമുക്ക് USDT INR വെച്ചിട്ട് മേടിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അത് കറന്റ് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. നമുക്കപ്പോൾ ഒരു പിന്നുള്ളൊരു വഴി എന്ന് പറയുന്നത് P2P വഴി ഫണ്ട് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് P2P എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ ഒരുപാട് ബയ്യേഴ്സും അതേപോലെ തന്നെ സെല്ലേഴ്സിനെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ബൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓർഡർ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ സെല്ലറിൻ്റെ അടുത്തു നിന്നായിരിക്കണം നമുക്ക് ഇത് കറന്റ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളിവിടെ സെല്ലേഴ്സ് ഇവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഇവിടെ ഉണ്ട്. 82.46, 82.47 ഒക്കെ ഇവിടെ ഓർഡേഴ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ കറന്റ് USDT INRന്റെ റേറ്റ് 83.50 ആണ്. ഇപ്പോൾ സെല്ലർ ചോദിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 82.46 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് ഈ ഒരു സെല്ലറിനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ഒരു സെല്ലർ ചോദിക്കുന്ന എമൗണ്ടിന് നമ്മുടെ ഓർഡർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സെല്ലറിനെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സെല്ലർ ചോദിച്ച എമൗണ്ട് പ്രൈസ് INR ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നു. വോളിയം ഇത്രയുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും
USDT ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരുന്നതുകൊണ്ട് തന്നെ ഞാനൊരു 10 USDT ആണ് ഞാനിപ്പോൾ P2P ട്രാൻസാക്ഷൻ വഴി ഡെൽറ്റ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ഒരു 1000 രൂപയ്ക്ക് നമുക്ക് കൊണ്ടുപോകാം, ഒരു 15 എണ്ണം. ഓക്കെ, അപ്പോൾ ഒരു 15 USDT ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ INR എമൗണ്ട് വേണ്ടി വരുന്നത് 1236 റുപ്പീസാണ്. 82.46 കറൻ്റ്ലി ആ ഒരു സെല്ലർ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ആ ഒരു സെല്ലർ പെട്ടെന്ന് അവിടെ മാറിയിട്ടുണ്ട്, കാരണം ഇതിങ്ങനെ ഫ്ലക്ച്വേഷൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഓർഡറിന് മിക്കവാറും ഓർഡർ എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ നമ്മൾ 82.47 ആക്കാണ്. 82.47 ഞാൻ വേഗം ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഒരു 15 USDT മേടിക്കുകയാണ്. നമുക്കപ്പോൾ ഇതാണ് ഇവിടുത്തെ സെല്ലർ എന്ന് പറയുന്നത്. നമുക്കപ്പോൾ യുവർ ID ഇത് ഡിഫോൾട്ട് ആയിരിക്കും FIRSTOCKൽ വരുന്നതാണ്. നമുക്ക് ബൈ ഓർഡർ ഇട്ട് നോക്കാം. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. യെസ്, സെല്ലർ നമുക്ക് 15 USDT തരാൻ വില്ലിങ് ആണ്. അപ്പോൾ സെല്ലർ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒന്നല്ലെങ്കിൽ നമ്മൾ ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ UPI വഴിയിട്ട് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 USDT നമുക്ക് ട്രാൻസ്ഫർ ആയി കിട്ടും. അപ്പോൾ ഞാനിവിടെ UPI വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്കൊരു കുറച്ച് ടൈം കിട്ടും നമുക്ക് ഈ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇൻ കേസ് നമ്മളിവിടെ യെസ് ഐ വിൽ പേ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൺഫേം കൊടുത്തിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ട്രാൻസാക്ഷന്റെ 1.2% പെനാൽറ്റി ആയിട്ട് അവർ പിടിക്കും. അപ്പോൾ നമ്മളിത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ യെസ് ഐ വിൽ പേ കൊടുക്കുകയാണ്. ഞാൻ UPI ട്രാൻസാക്ഷൻ വഴിയാണ് സെല്ലറിന് പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സെല്ലറിന്റെ UPI ID വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്നത് ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് UPI ID വഴി നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ എടുത്ത ശേഷം ഈ സെല്ലറിന്റെ UPI IDയും തൊട്ട് താഴെ റിമാർക്സിൽ ഈ ഒരു കോഡും കൊടുത്തിട്ട് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഞാനപ്പോൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ട് താഴെ ഈ ഒരു ടിക്ക് ചെയ്യുക. ഐ ഹാവ് ട്രാൻസ്ഫേർഡ് എക്സാക്ട്ലി 1237.5. ഈ 0.5 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് റൗണ്ട് ഓഫ് ചെയ്യാൻ നിൽക്കരുത്. ചിലപ്പോൾ ചില കേസുകളിൽ ആ സെല്ലർ അത് പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഞാനത് റൗണ്ട് ഫിഗർ ആയിട്ട് ഞാൻ 1238 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. കണ്ട് ഐ ഹാവ് പെയ്ഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോന്ന്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി പെയ്ഡ് ചെയ്തുകൊണ്ട് ഞാനിത് ടിക്ക് ചെയ്യാണ്. ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെല്ലറിന്റെ UPI IDയും പേയ്മെന്റ് റിമാർക്സും ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് കുറച്ച് ടൈം എടുക്കും സെല്ലർ ഇതൊന്ന് കൺഫേം ചെയ്യാനായിട്ട്. നമുക്ക് മാക്സിമം 2 hour മാക്സിമം എടുക്കുക. അത്രയൊന്നും എടുക്കാറില്ല. ഒരു 30 minutesനുള്ളിലൊക്കെ കംപ്ലീറ്റ് ആവാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ FIRSTOCKന്റെ ഹോം പേജിലേക്ക് തന്നെ റിട്ടേൺ വന്നിട്ടുണ്ട്. നമ്മൾ ഈ P2P ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ കാണാം നമ്മൾ 15 USDT മേടിക്കാനായിട്ടുള്ള ഓർഡർ ഇപ്പോൾ കറൻ്റ്ലി ഓപ്പൺ ഓർഡേഴ്സ് ആയിട്ട് കിടക്കാണ്. ഇത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പേയ്മെന്റ് സെല്ലർ കൺഫേം ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ സെല്ലർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓർഡേഴ്സിൽ നമുക്കത് കാണാം. ഇപ്പോൾ അത് ഓപ്പൺ ഓർഡേഴ്സ് ആയിട്ട് തന്നെ കിടക്കാണ്. നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെല്ലർ ആ പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫണ്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ USDT ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ XRPയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് USDT ആണ് ഡെൽറ്റ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ചാർജ് കൂടുതലാണ്. ഏറ്റവും കുറവ് ട്രാൻസാക്ഷൻ ചാർജ് ഉള്ളത് XRPക്ക് ആയതുകൊണ്ടാണ് നമ്മളതിനെ XRPയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്കപ്പോൾ FIRSTOCKന്റെ ഹോം പേജിലേക്ക് വന്നിട്ട് USDT സെലക്ട് ചെയ്യുക. അവിടെ XRP എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. XRP. അപ്പോൾ XRP വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓൾറെഡി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള USDT ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 100% കൊടുക്കാണ്. അപ്പോൾ നമുക്ക് ഇത്രയും XRP ആണ് അവിടെ കിട്ടുന്നത്.
ഞാനപ്പോൾ XRP ബൈ ചെയ്യാണ്. XRP കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡെൽറ്റ എക്സ്ചേഞ്ച് ഓപ്പൺ ആക്കിയിട്ട് അവിടെ ബാലൻസസിൽ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ XRPയുടെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് XRPനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ XRP ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കോപ്പി ചെയ്ത ശേഷം വസീറക്സിൻ്റെ XRP വിഡ്രോ അടിച്ച ആ ഒരു എൻ്റർ ഡെസ്റ്റിനേഷൻ അഡ്രസ്സിൻ്റെ ഉള്ള അവിടെ കോപ്പി ചെയ്യുക. ശേഷം ടാഗ് ഈ ഒരു കോഡും കൂടി കോപ്പി ചെയ്ത ശേഷം എൻ്റർ ഡെസ്റ്റിനേഷൻ ടാഗിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്യുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത് വിഡ്രോ ഓൾ ആണ്. കാരണം ഫുൾ എമൗണ്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്. റിമാർക്സിൽ ഡെൽറ്റ എന്ന് ഞാൻ കൊടുത്തു. പ്രൊസീഡ് ടു വിഡ്രോവൽ കൊടുത്തു. അതിന് വരുന്ന ഫീ എന്ന് പറയുന്നത് 0.25 XRP ആണ്. അപ്പോൾ ഞാൻ വിഡ്രോവൽ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് OTP വരും. അപ്പോൾ ഞാൻ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഒതൻറ്റിക്കേറ്റ് കൊടുത്തു. ഇതിന് ശേഷം ഒരു മെയിൽ ID-യിലേക്കും കൂടി നമ്മുടെ കൺഫർമേഷനായിട്ട് ഒരു OTP വരും. ഇനി നമ്മുടെ മെയിൽ ID-യിലേക്കും കൂടി ഒരു കൺഫർമേഷൻ മെയിൽ വരും. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അപ്രൂവ് ദിസ് വിഡ്രോവൽ എന്നുള്ളത് ഇവിടെയും കൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഡെൽറ്റയിലേക്ക് ഫണ്ട് ആഡ് ആവുള്ളൂ. അപ്പോൾ ഞാൻ അപ്രൂവൽ കൊടുത്തു. യെസ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡെൽറ്റയിലേക്ക് പോവാം. ഇനി നമ്മൾ ഡെൽറ്റയിൽ നമ്മുടെ വാലറ്റ് ബാലൻസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ XRP വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. യെസ്, ഇവിടെ വന്നിട്ടുണ്ട്. 35.64 XRP വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യണം. XRP-ന്ന് USDT-യിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ മാക്സിമം കൊടുത്തു. യെസ്, കറൻസി കൺവേർഷൻ സക്സസ്ഫുൾ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബാലൻസസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 35 XRP ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ USDT-യിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇങ്ങനെയാണ് ഡെൽറ്റ എക്സ്ചേഞ്ചിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്.